ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോപാൽജിയും ശാലിനിയും വീട്ടിലെത്തിയ ശേഷം ചാച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. ഗോപാലൻ ചാച്ചുവിനോട് ചോദിക്കണം, അല്ല നീ നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവിടെ കൂടുതൽ നേരം ഇരിക്കാനൊന്നും പറ്റില്ല. ഗോപാലൻ പറയണ, നീ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ നിന്നോട് അവർ പറയും ഇവിടെ തന്നെ നിന്നോളാൻ. അതിനെന്താ, എനിക്ക് കൂടുതൽ സന്തോഷമുള്ള എനിക്ക് കൊടുത്ത സ്ത്രീധനവും പിന്നെ അയാളുടെ സ്വത്തിന്റെ പകുതിയും തന്നാൽ മതി, പിന്നെ ഞാൻ ഇവിടെ സ്വസ്ഥമായി ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ ഗോപാലൻ പറയാം, നിന്റെ ആഗ്രഹം കൊള്ളാലോ, അതിരിക്കട്ടെ എന്തായി സഞ്ജുവിന്റെ കാര്യം, എനിക്ക് വരാൻ കൂടി വന്നാൽ മതിയായിരുന്നു എന്ന് ചാച്ചു പറയട്ടോ. അപ്പോൾ ശാലിനി പറയണേ, സഞ്ജു ഇപ്പോൾ ആ വീട്ടിലെ നല്ല കുടുംബച്ചനായിട്ടുണ്ട് എന്ന് പറയട്ടോ. എന്താ ശാലിനി നീ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഗോപാലൻ പറയണ, അവനിപ്പോ നല്ല പാചകം ചെയ്തിട്ടാണ് ഇപ്പോൾ അവിടെ ജീവിക്കുന്നത്. അവൻ പലഹാരവും ഭക്ഷണവും ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കും. അതാണിപ്പോൾ അവൻ അവിടെ പോയിട്ട് ചെയ്തത്. കേട്ടപ്പോൾ ചാച്ചുവിന് വല്ലാത്ത സങ്കടം വരികയാണ് കേട്ടോ. സഞ്ജു അപ്പോൾ അവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശാലിനി പറയണേ, അങ്ങനെ തന്നെ അവന് വേണം. സ്വപ്നയുടെ വാക്കും കേട്ട് അവൻ പുറകെ പോയതല്ലേ. അവരുടെ വയറ്റിലുള്ള കുഞ്ഞ് അതിപ്പോ സഞ്ജുവിൻ്റെ തന്നെ ആണെന്നുള്ളത് ഒരു ഉറപ്പവുമില്ല. സ്വപ്നയല്ലേ ആള് എന്ന് പറയട്ടോ. അപ്പോൾ ഗോപാലനൊക്കെ ഇങ്ങനെ ഒരു സംശയത്തോടു കൂടി നോക്കുകയാണ്. എന്നിട്ട് ശാലിനി പറയണേ, ഇനിയിപ്പോൾ കൂടുതലൊന്നും അറിയാനില്ല. ഒന്നില്ലെങ്കിൽ സ്വപ്ന അവനെ കൊല്ലും, അല്ലെങ്കിൽ സഞ്ജു സ്വപ്നയെ കൊല്ലും. ഇതിലേതെങ്കിലും ഒന്നാണ് നടക്കാൻ പോകുന്നുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ശാലിനി പോകുന്നത്. അത് കേട്ടപ്പോൾ ചാച്ചുവിന് വല്ലാത്തൊരു പേടി വരികയാണ്. അപ്പോൾ ഗോപാലൻ പോലും ഒരു നിമിഷത്തേക്ക് ശാലിനി പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ഒന്ന് പേടിക്കുകയാണ്. ചാച്ചു ഗോപാലിനോടൊക്കെ ചോദിച്ചറിയുന്ന സമയത്ത് ജീവിതത്തിൽ ഇന്നു മുതൽ സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴാണ് ചാച്ചു പറയുന്നത്, ഞാൻ അതിന് ഗിരിയുടെ കാര്യമല്ല ചോദിച്ചത്, നമ്മുടെ സഞ്ജുവിന്റെ കാര്യമാണ്. അവന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുത്തിട്ട് ഇവിടേക്ക് വന്നാൽ മതിയായിരുന്നില്ലേ എന്ന് ചാച്ചു ഗോപാലിനോടും ശാലിനിയോടും ചോദിക്കുന്നുണ്ട്. പിന്നീട് മുകുന്ദൻ മഞ്ജു പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടോ. ഗിരിയേട്ടൻ പീതാംബരനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഗിരിയേട്ടൻ പീതാംബരനെ നന്നായിട്ട് പേടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് മുകുന്ദൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് മഹിമ ചായയുമായിട്ട് വരുന്നത്. അപ്പോൾ മുകുന്ദൻ പഠിക്കാൻ വേണ്ടി ബുക്ക് തുറന്നു വെച്ചിട്ടാണ് ഇരുന്ന് ആലോചിക്കുന്നത്. അപ്പം മഹിമ ചോദിക്കുകയാണ്, അല്ല ഇതെന്താ ബുക്ക് തുറന്നു വെച്ചിട്ട് സ്വപ്നം കാണുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാനൊരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഒന്ന് ചിന്തിച്ച് നോക്കിയതാണെന്ന് പറയട്ടോ. അപ്പോൾ ഇന്നത്തെ ആളാണോ മജിസ്ട്രേറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്? അവിടെ പോയിട്ട് ഇത്രയും നേരം ആലോചിച്ചിരുന്നാൽ സമയം കഴിഞ്ഞു പോവില്ലേ എന്ന് പറയുമ്പോൾ, വക്കീലിപ്പോൾ എന്തിനാ ഇത്ര ധൃതി പിടിച്ച് മജിസ്ട്രേറ്റ് എക്സാം ഒക്കെ എഴുതണം എന്ന് വാശി പിടിക്കുന്നത്? വക്കീലിന് ഇപ്പോൾ അത്യാവശ്യം ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ അതിന് കാശിന് വേണ്ടിയിട്ടല്ല, എൻ്റെ ഏറ്റവും വലിയൊരു വാശിയാണ് മജിസ്ട്രേറ്റ് ആവണം എന്നുള്ളത്. എന്നോട് എല്ലാവരും പറഞ്ഞത് എനിക്ക് ഒരിക്കലും മജിസ്ട്രേറ്റ് ആവാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു വാശി തീർക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിനക്കിപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ച് നിനക്ക് ആദ്യരാത്രി ആഘോഷിക്കാനല്ല. അയ്യടാ, അതിനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ വിചാരിച്ച വാശി നിറവേറ്റുക തന്നെ ചെയ്യും. ഞാൻ മജിസ്ട്രേറ്റ് ആവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ മഹിമയ്ക്ക് അങ്ങ് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ മഹിമ, വലിയൊരു മജിസ്ട്രേറ്റ് ആവാൻ നടക്കും, മര്യാദയ്ക്ക് പഠിക്കാൻ പോലും കഴിയുന്നില്ല, എന്നിട്ടാണ് അപ്പോൾ ഒരു മജിസ്ട്രേറ്റ് ആവുന്നു എന്ന് പറഞ്ഞ് മുകുന്ദനെ അങ്ങ് പരിഹസിക്കാൻ കേട്ടോ. എന്നിട്ട് രണ്ടുപേരും അവിടെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് മുകുന്ദനെ പിരിയിളക്കാൻ വേണ്ടി മഹിമയുടെ കാല് വെച്ച് തൊടുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മുകുന്ദൻ അങ്ങ് ഞെട്ടുകയാണ്. എന്നിട്ട് മഹിമയെ തന്നെ നോക്കുക കേട്ടോ. അപ്പോഴൊക്കെ മഹിമ തലയും താഴ്ത്തി ബുക്കിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്, ഒന്നും അറിയാത്ത ഭാവത്തിൽ. അങ്ങനെ മുകുന്ദൻ ഇങ്ങനെ വീണ്ടും ബുക്കിലേക്ക് നോക്കുന്ന സമയത്ത് വീണ്ടും മഹിമ മുകുന്ദൻ്റെ കാലുകൊണ്ട് അങ്ങ് തൊടുന്ന സമയത്ത് പെട്ടെന്ന് മുകുന്ദൻ അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ. ഇനി ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, എനിക്ക് തീരെ കോൺസെൻട്രേഷൻ കിട്ടില്ല, ഞാൻ അപ്പുറത്ത് സോഫയിൽ പോയിരുന്ന് പഠിച്ചോളാം എന്ന് പറയുമ്പോൾ മഹിമയ്ക്ക് വീണ്ടും ദേഷ്യം പിടിക്കാം കേട്ടോ. എന്നിട്ട് മഹിമ പറയണേ, നിങ്ങളെ ഒരിക്കലും മജിസ്ട്രേറ്റ് എക്സാം പാസ്സാവാൻ പോകുന്നില്ല, ഇത് ഞാൻ പറയുന്ന വാക്കാണ്, നിങ്ങളൊരു പഠിപ്പിസ്റ്റ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് ഓരോന്ന് സംസാരിക്കുമ്പോൾ മുകുന്ദൻ അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് മുകുന്ദൻ ചോദിക്കുകയാണ്, ഇത് എന്ത് ഭാര്യയാണ്, ഭർത്താവിനെ പ്രാകുന്നോ, ഇങ്ങനെയാണോ ഒരു ഭാര്യ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങളിന്ന് ആ റൂമിലേക്ക് വരാൻ നിൽക്കണ്ട, ഞാൻ തന്നെ അവിടെ പോയിരുന്ന് പഠിച്ചോളാം, നിങ്ങളെ കോൺസെൻട്രേഷൻ പോവില്ലേ എന്ന് പറഞ്ഞ് ബുക്കൊക്കെ എടുത്ത് നേരെ ബെഡ്റൂമിലേക്ക് മഹിമ പോവാട്ടോ. ഇന്നിപ്പോൾ നിങ്ങൾ ആ സോഫയിൽ കിടന്നാൽ മതി എന്ന് പറയുമ്പോൾ, ദേ മഹിമ, എനിക്ക് സോഫയിൽ കിടന്നാൽ നടുവേദനിക്കും എന്ന് പറയുമ്പോൾ, നടുവേദനിച്ചെങ്കിൽ കണക്കായി പോയി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് മഹിമ റൂമിലേക്ക് പോയി കഥകങ്ങ് കുറ്റിയിടാൻ കേട്ടോ. അപ്പോൾ മുകുന്ദൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞാൻ എന്തൊരു പൊട്ടനാണ്, അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഒന്ന് സോഫയിൽ കിടക്കേണ്ടി വന്നത് എന്നും പറഞ്ഞ് മുകുന്ദൻ അവിടെ ഇരുന്ന് പോവാട്ടോ. പിന്നീട് ഗോപാൽജിയെ കാണാൻ വേണ്ടി പീതാംബരന്റെ മകൾ പ്രീതിയും വന്നിട്ടുണ്ടാവും. പ്രീതിയാണെങ്കിൽ ഒരു ഉടായ്പ തന്നെ ആയിരിക്കും കേട്ടോ, സ്വത്തിനോട് ആർത്തി പിടിച്ച് നടക്കുന്നവളായിരിക്കും. അങ്ങനെ പീതാംബരനോട് ഗോപാലൻ പറയണേ, എന്തായാലും ഗിരിയുടെ മനസമാധാനം പോയി, ഇനി മഞ്ജുവിനും ഗിരിക്കും ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. മഞ്ജു എല്ലാ സത്യവും അറിഞ്ഞാൽ ഗിരിക്ക് അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും കഴിയില്ല എന്ന് പറയട്ടോ. എന്തായാലും
എന്തായാലും നിന്റെ മോളെ കൊണ്ടുവന്നത് കൊണ്ടും നന്നായുള്ളൂ. എന്താണ് മോളുടെ പേര് എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ പ്രീതി എന്ന് പറയണം. അല്ല, നിന്റെ ഈ മോളുടെ കല്യാണമല്ലേ നീ ആർഭാടമായി നടത്തിയത് എന്ന് ചോദിക്കാട്ടോ. അതേ ഗോപാൽജി എന്ന് പറയണം. അല്ല, നിന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്ന് പ്രീതിയോട് ചോദിക്കുമ്പോൾ അയാൾ WD എഞ്ചിനീയർ ആണെന്ന് പറയട്ടോ. അങ്ങനെ ഗോപാലൻ അവരോട് സംസാരിച്ച ശേഷം പീതാംബരന് വീണ്ടും ഒരുപാട് പൈസ കൊടുത്ത ശേഷമാണ് പോകുന്നത്. അങ്ങനെ പീതാംബരൻ ചോദിക്കുകയാണ് പ്രീതിയോട്, കണ്ടില്ലേ, നിന്റെ ഭർത്താവിനെ കുറിച്ചാണ് എല്ലാവരും ചോദിച്ചറിയുന്നത്. നിന്നെ അന്തസ്സായിട്ട് കല്യാണം കഴിച്ചു വിടുകയും ചെയ്തു. നല്ലൊരു അത്യാവശ്യം പണമുള്ള വീട്ടിലേക്കാണ്, സാമ്പത്തികമായി എല്ലാം ഉള്ള വീട്ടിലേക്കാണ് നിന്നെ പറഞ്ഞയച്ചത്. പിന്നെ പോരാത്തതിന് അവനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും കൂടിയാണ്. എന്നിട്ടിപ്പോൾ നിനക്ക് ഇപ്പോൾ അവനെ വേണ്ട, നല്ല സ്വഭാവമാണ് അവൻ്റെ എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ നല്ല സ്വഭാവമുള്ളവനെ ഒന്നും വേണ്ട എന്ന് പ്രീതി പറയട്ടോ. എൻ്റെ വയറ്റിൽ വളരുന്ന കൊച്ചിന് അവൻ്റെ അച്ഛന് വേണ്ടടി എന്ന് ചോദിക്കും. അങ്ങനെ ഒരു അച്ഛനെ എൻ്റെ കൊച്ചിന് വേണ്ട, എൻ്റെ കൊച്ചിന് മാത്രം മതി. പിന്നെ വക്കീലിനോട് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്ത്രീധനമായിട്ട് 101 പവനും 50 ലക്ഷവും തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വക്കീലിനോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിന് അവർക്ക് ഞാൻ അതൊന്നും കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ അവരങ്ങനെയുള്ള കുടുംബവുമായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അയ്യടാ, ഇതെന്തൊരു അച്ഛനാണ്, ഇങ്ങനെയൊന്നും ഇനി കോടതിയിൽ പറഞ്ഞേക്കരുത്, ഞാൻ പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞാൽ മതി. 101 പവനും 50 ലക്ഷവും പിന്നെ അവൻ്റെ സ്വത്തിൻ്റെ പകുതിയും എനിക്ക് കിട്ടും. അതൊക്കെ കിട്ടി ഞാൻ സന്തോഷമായിട്ട് തന്നെ എൻ്റെ കൊച്ചിനെയും നോക്കി മേലനങ്ങാതെ ഞാൻ ജീവിച്ചുകൊണ്ട് എൻ്റെ കൂടെ അങ്ങ് നിന്ന് തന്നാൽ മതി എന്ന് പറയട്ടോ. അങ്ങനെ പീതാംബരൻ പറയണേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോടി എന്ന് ചോദിക്കുമ്പോൾ വലിയൊരു സത്യസന്ധനായി നടക്കുന്നു. മാധവനെ കൊന്ന കേസിൽ കള്ളസാക്ഷി പറഞ്ഞ് അതിൽ നിന്നും കുറേ പൈസ അച്ഛനും വാങ്ങിയല്ലോ, എന്നിട്ടിപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി ഓരോ നുണയും പറഞ്ഞ് നടക്കുന്നു. അങ്ങനത്തെ ആളാണ് ഇപ്പോൾ സത്യസന്ധതയെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞ് പീതാംബരനെ കളിയാക്കിയ ശേഷമാണ് പോകുന്നത്. അങ്ങനെ പീതാംബരൻ പറയാനാവാതെ മിണ്ടാതെ നിന്ന് പോവാണ്. പിന്നീട് ഗിരി ആലോചിച്ചിരിക്കുന്ന സമയത്താണ് റൂമിലേക്ക് മഞ്ജു വരുന്നത്. അങ്ങനെ മഞ്ജുവിനെ കാണുന്ന സമയത്ത് ഗിരി പെട്ടെന്ന് അങ്ങ് പരിഭ്രമിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മഞ്ജു ചോദിക്കുകയാണ്, അല്ല എന്താ ഗിരിയേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആയിട്ടിരിക്കുന്നത്? എനിക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ. എനിക്കിപ്പോൾ ഗിരിയേട്ടൻ്റെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഗിരിയേട്ടൻ വെറുതെ കള്ളം പറയാൻ നിൽക്കണ്ട. എന്താണ് പീതാംബരനും ഗിരിയേട്ടനും തമ്മിലുള്ള പ്രശ്നം? എന്താണെങ്കിലും എന്നോട് പറഞ്ഞേക്ക്. അവസാനമായി ഞാൻ ഗിരിയേട്ടനോട് ചോദിക്കുകയാണ്, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അതല്ല, ഞാൻ പീതാംബരനെ ഉറപ്പായും ഞാൻ കാണും. ഞാൻ കണ്ട് എല്ലാ കാര്യങ്ങളും അയാളോട് ചോദിച്ചറിയും. അപ്പോൾ ഗിരിയേട്ടൻ എന്നോട് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേക്ക്. ഗിരിയേട്ടൻ ആരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ഒന്നും മറക്കുന്നില്ല, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, നീ വെറുതെ സംശയിക്കുന്നതാണെന്ന് പറയട്ടോ. അല്ല, എനിക്ക് അങ്ങനെ തോന്നി എന്ന് വീണ്ടും പറയണം. നീ ആ പീതാംബരനെ കാണാനൊന്നും പോവണ്ട, അവൻ വായ പൊളിച്ചാൽ നുണയാണ് പറയുന്നത്. നിന്റെ അച്ഛനെ കൊന്ന ആളാണെന്നുള്ളത് നീ ഓർത്തോ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനെ കൊന്നത് ഗോപാൽജി ആണെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ പീതാംബരന് അതിലെന്താണ് പങ്ക് എന്നാണ് എനിക്കറിയേണ്ടത്. അതിനെക്കുറിച്ച് വല്ലതും ഗിരിയേട്ടനെ അറിയുമെങ്കിൽ ഇപ്പോൾ എന്നോട് തുറന്നു പറയണം, അല്ലാതെ പീതാംബരൻ പറഞ്ഞിട്ട് ഗിരിയേട്ടൻ എന്നോട് ഒന്നും പറയാൻ നിൽക്കരുത് എന്ന് വീണ്ടും ഒരു മുന്നറിയിപ്പ് പോലെ ഗിരിയോട് മഞ്ജു പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് റൂമിൽ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ മഞ്ജുവിന് ഗിരിയേട്ടൻ എന്തൊക്കെയോ അറിയാം എന്നുള്ള സംശയം വീണ്ടും വരികയാണ്. പിറ്റേ ദിവസം ഗോപാൽജിയെ കാണാൻ വേണ്ടി ഗിരി ചെല്ലുകയാണ്. അപ്പോൾ ഗോപാൽജിയും ശാലിനിയും കൂടി സംസാരിക്കുകയാണ്. പീതാംബരൻ കാരണം മഞ്ജുവിൻ്റെയും ഗിരിയുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ വരുന്നു. മഞ്ജു ഗിരിയോട് ഒരിക്കലും ക്ഷമിക്കാനും പോകുന്നില്ല എന്നൊക്കെയാണ് കേട്ടോ അവർ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ശാലിനി പറയണം, മഞ്ജുവും ഗിരിയും പിരിയണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എന്നെ ഗിരി തഴഞ്ഞു പോയതല്ലേ, അപ്പോൾ അതിനുള്ള ശിക്ഷ അവന് തിരിച്ചു കിട്ടണം. എന്നെ ഉപേക്ഷിച്ചതിനും എന്നെ തഴഞ്ഞു കളഞ്ഞതിനും ഓർത്ത് അവൻ ആ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കണം എന്നൊക്കെ ശാലിനി ഒരു പകയോട് കൂടി പറയട്ടോ. അപ്പോഴാണ് അവിടേക്ക് ഗിരി വരുന്നത്. അങ്ങനെ ഗിരി പറയണ്, പീതാംബരൻ്റെ വരവോട് കൂടി മഞ്ജുവിന് നല്ല സംശയം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പീതാംബരൻ്റെ ഒരു ശല്യവും മഞ്ജുവിനും നിനക്കും ഇനി ഉണ്ടാവില്ല, കാരണം ഞാൻ അയാൾ ചോദിച്ച പണം അയാൾക്ക് കൊടുത്തു എന്ന് പറയട്ടെ. അപ്പോൾ ഗിരി പറയണേ, എന്തിനാണ് പീതാംബരന് ഗോപാൽജി വെറുതെ കാശ് കൊടുത്തത്? അവൻ വീണ്ടും വരും, ഇനിയും ഭീഷണിപ്പെടുത്തി സംസാരിക്കും. അവനപ്പോൾ വീണ്ടും പൈസ കൊടുക്കേണ്ടി വരും. ഞാൻ അവനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അവൻ അവിടെ നിന്നും പോയി എന്നാണ് അറിഞ്ഞത്. ഞാനാണ് അവനെ അവിടെ നിന്നും മാറ്റിയത് എന്ന് പറയട്ടോ. അല്ല, പീതാംബരനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഗോപാൽജി, കാരണം അയാളുടെ മക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞതുകൊണ്ട് അയാൾക്കിപ്പോൾ ഒന്നും നോക്കാനില്ല. ഇനിയിപ്പോൾ മഞ്ജുവിനോടെങ്ങാനും എല്ലാ സത്യവും അയാൾ പറഞ്ഞാൽ പിന്നെ മഞ്ജു എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ പോകും. മഞ്ജു ഗർഭിണിയായതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഞ്ഞിന് എന്തെങ്കിലും ബാധിക്കുമോ എന്നാണ് എനിക്കിപ്പോൾ പേടിയാവുന്നത്. ഗോപാലൻ ഗിരിയെ ആശ്വസിപ്പിക്കുകയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, പീതാംബരനെ കൊണ്ട് നിങ്ങൾക്കാർക്കും ഒരു ശല്യവും ഉണ്ടാവില്ല. നീ ഇപ്പോൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവാതെ നീ ജോലിക്ക് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് ഗിരിയെ പറഞ്ഞയക്കാം കേട്ടോ. അപ്പോൾ ശാലിനി ഗോപാലിനോട് പറയണേ,
പറയണേ ഈ ഗിരി ഇത്രയ്ക്ക് പൊട്ടനാണോ, എല്ലാം വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവൻ പൊട്ടനല്ല, എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് അവൻ എല്ലാം വിശ്വസിക്കുന്നത്. ആ ആത്മാർത്ഥത എന്ന് നഷ്ടപ്പെടുന്നു അതോടുകൂടി ഗിരിയെ പിന്നെ നമ്മൾ പേടിക്കേണ്ടി വരുമെന്ന് പറയട്ടോ. അപ്പോൾ ശാലിനി പറയണേ അപ്പോൾ പിന്നെ ഗിരിയുടെ കൈകൊണ്ടാവും നമ്മുടെ എല്ലാവരുടെയും അവസാനം എന്ന് പറയുമ്പോൾ ഗോപാലൻ പറയണേ ഒരിക്കലും ഗിരി ഇക്കാര്യങ്ങളൊന്നും അറിയാതിരിക്കട്ടെ, അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയണം. പിന്നീട് മഞ്ജു സ്റ്റേഷനിലെത്തിയ ശേഷം അരവിന്ദാക്ഷൻ സാറുമായി സംസാരിക്കുകയാണ്. അപ്പോൾ പീതാംബരൻ നാട് വിട്ട കാര്യം മഞ്ജുവിനോട് പറയട്ടോ. അപ്പോൾ അന്ന് ഞാനും മിനിമോളും ഇതുപോലെ അന്വേഷിച്ചിറങ്ങിയ സമയത്തും അയാൾ നാട് വിട്ടു, അയാൾക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്, എനിക്ക് അയാളെന്നെ കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് പറയട്ടോ. അപ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയണേ ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നും മറ്റൊരു വിവരം അറിഞ്ഞു മഞ്ജു എന്ന് പറയുമ്പോൾ എന്താണ് സാർ എന്നങ്ങ് ചോദിക്കുമ്പോൾ അത് അരവിന്ദാക്ഷൻ സാറിന് പറയാൻ ഒരു ചെറിയ മടിയോട് കൂടിയിട്ടാണ് കേട്ടോ മഞ്ജുവിനോട് അക്കാര്യം പറയാൻ ഒരുങ്ങുന്നത്. അടുത്ത എപ്പിസോഡിൽ മഞ്ജുവിനോട് അരവിന്ദാക്ഷൻ സാറ് അക്കാര്യം പറയാൻ ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ പീതാംബരനെ അന്ന് സഹായത്തിനായി കൂടെ ഉണ്ടായിരുന്നത് ഗിരിയാണെന്നാണ് ഞങ്ങളൊക്കെ കേട്ടത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി മഞ്ജു പെട്ടെന്നങ്ങ് ഷോക്കായി പോവുകയാണ് കേട്ടോ. സ്വന്തം അച്ഛന് റോഡരികിൽ രക്ഷിച്ചിട്ട് പോവാൻ പീതാംബരനെ സഹായിച്ചത് ഗിരിയാണെന്നുള്ളത് കൂടി അറിഞ്ഞപ്പോൾ മഞ്ജു തകർന്നു പോവാണ്. അങ്ങനെ മഞ്ജു പീതാംബരനെ കാണാൻ വേണ്ടി പോവാട്ടോ. അങ്ങനെ പീതാംബരൻ മഞ്ജുവിനോട് എല്ലാ കാര്യവും പറയാണ്. നിന്റെ അച്ഛൻ മാധവനെ കൊന്നതിൻ്റെ പിറകിൽ ഗിരിയുടെ കൈയും കൂടിയുണ്ട്, ഗിരിയും ഞാനും കൂടിയാണ് റോഡരികിൽ മാധവൻ സാറിൻ്റെ ബോഡി കൊണ്ടുപോയി ഇട്ടത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി മഞ്ജു തകർന്നു പോവാണ്ട്. അങ്ങനെ മഞ്ജു വീട്ടിലെത്തിയ ശേഷം ഗിരിയോട് ഇക്കാര്യം ചോദിച്ചറിയുകയാണ്. അപ്പോൾ ഗിരി ഒന്നും മിണ്ടാതിരിക്കുന്ന സമയത്ത് മഞ്ജു ഗിരിയുടെ കൈ പിടിച്ച് കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യാൻ പറയട്ടോ. അങ്ങനെ മഞ്ജുവിൻ്റെ വയറ്റിൽ ഗിരിയുടെ കൈ വെച്ച ശേഷം സത്യം പറയണം, എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം, എൻ്റെ അച്ഛനെ റോഡരികിൽ ഉപേക്ഷിക്കാൻ പീതാംബരൻ്റെ കൂടെ ഗിരിയേട്ടൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഗിരിക്ക് പിന്നെ മഞ്ജുവിൻ്റെ മുന്നിൽ സത്യം പറയേണ്ടി വരികയാണ് കേട്ടോ. അപ്പോൾ ആ ഉണ്ടായിരുന്നു എന്നങ്ങ് പറഞ്ഞതോടുകൂടി മഞ്ജു തകർന്നു പോവുകയാണ് കേട്ടോ. എന്നിട്ട് മഞ്ജു പൊട്ടിക്കരയുകയാണ്. മഞ്ജുവിനെ കാണുന്നതിൻ്റെ മുന്നേ മുകുന്ദനെ കാണാൻ വേണ്ടി ഗിരി ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുകുന്ദൻ ഇക്കാര്യം ഗിരിയോട് ആദ്യം പറയുന്നുണ്ട്. പീതാംബരൻ എല്ലാ സത്യവും മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ട്, മാധവൻ സാറിനെ റോഡരികിൽ ഉപേക്ഷിച്ചു പോയത് ഗിരിയും പീതാംബരനുമാണെന്നുള്ള സത്യം പീതാംബരൻ മഞ്ജുവിനോട് പറഞ്ഞിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗിരി പെട്ടെന്ന് ഷോക്കായിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ പേടിയോട് കൂടിയിട്ടാണ് മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ആ സമയത്താണ് മഞ്ജു എല്ലാ സത്യവും അറിഞ്ഞ ഉടനെ തന്നെ ഗിരിയോട് ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നത്. പിന്നെ മഞ്ജു ഇനി ഗിരിയുടെ വീട്ടിൽ നിന്നും പടിയിറങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് നേരെ ഗൗരിയമ്മയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്.